നമ്മുടെ മലയാളത്തിൽ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പും പൈസ വാരിയതുമായ ചിത്രം എന്ന് ചോദിച്ചാൽ എമ്പുരാൻ തന്നെയാണ്. മലയാള സിനിമയിലെ എല്ലാ മാർക്കറ്റുകളെയും ഓപ്പൺ ആക്കിയ ഒരു സിനിമ. ഇങ്ങനെ ഒരു ഓപ്പണിംഗ് തന്നെ ഒരു ചിത്രത്തിന് സ്വപ്നം തന്നെയാണ്. എന്നാൽ ഈ ഓപ്പണിംഗ് കണ്ട് ഞെട്ടിയത് സാക്ഷാൽ ഇന്ത്യൻ സിനിമ തന്നെയാണ്. മലയാള സിനിമയ്ക്കപ്പുറം ബോളിവുഡും കോളിവുഡും ടോളിവുഡും സാൻഡൽവുഡും ഒക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് മലയാളത്തിന്റെ ഒരു ചിത്രത്തിന്റെ ഈ ഓപ്പണിംഗ് കണ്ട്. മലയാളത്തിന്റെ ഈ ഓപ്പണിംഗ് സ്വപ്നങ്ങളെ മറികടക്കാനാണ് ഇപ്പോൾ പല ചിത്രങ്ങളും ശ്രമിക്കുന്നത്. അതിലേക്ക് ഒരു ചിത്രം എത്തുമ്പോൾ ആദ്യത്തെ ഹെഡ്ലൈൻ തന്നെ വരുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് റെക്കോർഡ് തൂക്കുമോ എന്നതാണ്. അങ്ങനെ വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിലെത്തുന്ന കൂലിയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത്. തലൈവർ വരെ ലാലേട്ടനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. കോളിവുഡിലെ അടുത്ത സെൻസേഷണൽ ആകാൻ കെൽപ്പുള്ള ചിത്രമാണ് ഇത്. ഇപ്പോഴിതാ സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോയുടെ സമയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ചിത്രം കേരളത്തിൽ HM അസോസിയേറ്റ് ആണ് വിതരണത്തിന് എത്തിക്കുന്നത്. ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോ പുലർച്ചെ 6 മണി മുതൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. നിരവധി ഫാൻ ഷോകളാണ് സിനിമയ്ക്കായി കേരളത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും ഒരു വമ്പൻ ഓപ്പണിംഗ് തന്നെ നേടുമെന്ന് പ്രതീക്ഷ. ചിത്രം ഓഗസ്റ്റ് 14 പുറത്തിറങ്ങും. ചിത്രത്തിന്റെ ട്രെയിലർ ഓഗസ്റ്റ് 2 പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനികാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്നം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി. രജനികാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം. ഈ ചിത്രത്തിൽ അതിഥിതാരമായി ബോളിവുഡ് താരം അമീർ ഖാനും എത്തുന്നുണ്ട്. ദാഹ എന്നാണ് ചിത്രത്തിൽ അമീർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര്. കൂലി എന്ന രജനികാന്ത് ചിത്രത്തെക്കുറിച്ച് ലോകേഷ് കനകരാജ് തന്നെ ഗംഭീര വാക്കുകളാണ് പറയുന്നത്. ഇത് പ്രേക്ഷകരെ വലിയ രീതിയിലുള്ള ഹൈപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളക്കരയെ ഇളക്കി മറിക്കാനും ഒരു തെലുങ്ക് ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പല ഇൻഡസ്ട്രിയിൽ നിന്നും ഗംഭീര സിനിമകൾ വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കും എന്ന രീതിയിലാണ് കാണുന്നത്. ബാഹുബലിയും KGF-ഉം ഒക്കെ കേരളക്കരയിൽ ഉണ്ടാക്കിയ ഓളം വലുതായിരുന്നു. ഒരു പുലിമുരുകൻ മോഹൻലാൽ തീർത്തതുകൊണ്ട് തന്നെ പലർക്കും മറികടക്കാനായില്ല. എന്നാൽ ബാഹുബലിയും KGF-ഉം ഒക്കെ ഗംഭീര ഓളമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കൂലിയാട്ടെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പോഴാ തെലുങ്കിൽ നിന്നും ഒരു കിങ്ഡം കൂടി വരികയാണ്. ജേഴ്സി എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച സംവിധായകനാണ് ഗൗതം തനൂരി. മികച്ച പ്രതികരണം നേടിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. ജേഴ്സിക്ക് ശേഷം വിജയ് ദേവരകൊണ്ടയുമായി ഗൗതം അടുത്ത സിനിമ ചെയ്യുന്നത്. കിങ്ഡം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നു. ഒരു പക്ക ആക്ഷൻ ചിത്രമാകും കിങ്ഡം എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത്. ഒരു മിഷന്റെ ഭാഗമായി പോലീസ് ഓഫീസറായ വിജയ് ദേവരകൊണ്ടയുടെ കഥാപാത്രം ഒരിടത്ത് എത്തുകയും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. അനിരുദ്ധിന്റെ BGM-ആണ് ട്രെയിലറിലെ ഹൈലൈറ്റ്. മലയാളി നടൻ വെങ്കിടേഷും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത്. ചിത്രം ജൂലൈ 31 പുറത്തിറങ്ങും. തമിഴിലും തെലുങ്കിലുമാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. 2 ലുക്കിൽ പക്കാ മാസ് റോളിലാണ് വിജയ് സിനിമയിൽ എത്തുന്നത്. വമ്പൻ ക്യാൻവാസിൽ ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് കിങ്ഡം ഒരുങ്ങുന്നതെന്ന സൂചന ട്രെയിലർ നൽകുന്നു. അതുപോലെ തന്നെ കേരളക്കരയെ വിറപ്പിക്കാനും എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ മറികടക്കാനും സാധിക്കുന്ന മറ്റൊരു സിനിമ കൂടി കേരള ബോക്സ് ഓഫീസിലേക്ക് എത്താൻ പോകുന്നുണ്ട്. അത് ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമയായ മദ്രാസിയാണ്. മദ്രാസിക്കും അങ്ങനെ ചില കൗതുകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കാരണം മുരുകദോസ് തന്നെ പറയുന്നുണ്ട് ഗജനിയും തുപ്പാക്കിയും പോലൊരു സിനിമയായിരിക്കും മദ്രാസി എന്നത്. അതാണിപ്പോൾ പ്രേക്ഷകർക്ക് കൗതുകം ജനിപ്പിച്ചിരിക്കുന്നതും. ഗജനി പോലത്തെ തിരക്കഥയും തുപ്പാക്കിയിലെ പോലത്തെ ആക്ഷൻ സീനുകളുമാണ് മദ്രാസിക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അതായിരുന്നു എന്റെ വിഷൻ. അത് കൃത്യമായി ഫൈനൽ ഔട്ട്പുട്ടിൽ വന്നിട്ടുമുണ്ട്. മുരുകദോസ് പറഞ്ഞു. ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ആദ്യമായാണ് AR മുരുകദോസിന്റെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ അഭിനയിക്കുന്നത്. ചിത്രത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരം ബിജു മേനനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുുണ്ട്. ബിജു മേനന്റെ കരിയറിലെ 9ാമത്തെ തമിഴ് ചിത്രമാണിത്. ശിവകാർത്തികനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പടം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്, മദ്രാസി എന്നത്. പിന്നെ ശിവകാർത്തികനെ ശരിക്കും മലയാളക്കരയിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു ചിത്രത്തിലൂടെ ആയിരിക്കും. അതിൽ സാക്ഷാൽ മോഹൻലാലും എത്തിയാകാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചില നീക്കുപോക്കുകൾ കോളിവുഡിൽ നടക്കുന്നുണ്ട് മോഹൻലാലിനെ ശിവകാർത്തികേയന്റെ സിനിമയിൽ എത്തിക്കാനുള്ളത്. അച്ഛൻ മകൻ റിലേഷൻ പറയുന്ന ഒരു സിനിമയിലാണ് മോഹൻലാലിനെ അച്ഛൻ റോളിൽ ശിവകാർത്തികേയൻ ചിത്രത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ ശിവകാർത്തികേയൻ മലയാളക്കരയിൽ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കും. ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ബോക്സ് ഓഫീസ് അടക്കി ഭരിക്കാനായി.